പ്രൈസ് ദി ലോർഡ്. അമർത്യനായ ക്രിസ്തയേശുവിൻ്റെ പവിത്രനാമത്തിൽ വേർഡ് ദാറ്റ് നെവർ ഫെയ്ഡ് എന്ന ഈ ലോകവ്യാപകമായി എന്നെ ശ്രവിക്കുന്ന ക്രിസ്തുവിൽ പ്രിയരെ, നിങ്ങൾക്ക് ക്രിസ്തീയ വന്ദനം വിനീതമായി അറിയിക്കുന്നു. ഈ മാധ്യമത്തിലൂടെ അനേക അഭിഷക്തന്മാർ ആധികാരികമായി അസന്നിഗ്ധമായി ആത്മീക സന്ദേശങ്ങൾ കൈമാറുകയുണ്ടായി. ആ നിരയിൽ സാധുവായി എന്നെയും പരിഗണിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജിബിൻ അവറുകളോട് പ്രത്യേകമായ എൻ്റെ നന്ദിയും സ്നേഹവും വിശേഷ്യാലുള്ള വന്ദനവും പ്രത്യേകമായി അറിയിക്കുകയാണ്. ഈ വചന കേൾവി നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നവമാധ്യമങ്ങളിലൂടെ ഒരു നവതരംഗമായി ദൈവവചന പ്രഘോഷണങ്ങൾ അധികമായി ലഭിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ശുഭ സൂചനയായി തന്നെ ഞാൻ കണക്കാക്കുകയാണ്. ഈ ആത്മീക ശുശ്രൂഷകൾ നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദൈവാത്മാവ് നിങ്ങൾക്ക് കൈമാറുന്ന ദൈവശബ്ദമായി ഏറ്റെടുക്കുവാൻ കഴിഞ്ഞാൽ നിശ്ചയമായും വചനത്തിൻ്റെ ക്രിയാത്മകമായ പരിവർത്തനം ആ മേഖലകളിൽ, ആ തലങ്ങളിൽ വെളിപ്പെടുക നിശ്ചയമായും സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭൂതകാല ചരിത്ര പശ്ചാത്തലങ്ങളിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത അത്യപൂർവമായ ഒരു സാഹചര്യം ഇപ്പോൾ സംജാതമായിരിക്കുകയാണ്. ലോക ചരിത്രത്തെ ഇനി വരുന്ന നാളുകളിൽ, ഇന്നിന്റെ വർത്തമാനകാലം ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക കൊറോണയ്ക്ക് മുൻപും കൊറോണയ്ക്ക് ശേഷവും എന്ന അർത്ഥത്തിൽ BC എന്നും AC എന്നും, ബിഫോർ കൊറോണ ആഫ്റ്റർ കൊറോണ എന്ന നിലയിൽ ആയിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. നാം ചുറ്റും നോക്കുമ്പോൾ ഇന്ന് ലോകം പുറത്തുവിടുന്ന വാർത്തകൾ വ്യത്യസ്തങ്ങളായ വാർത്തകളാണ്. വാർത്താ മാധ്യമങ്ങൾ നവീന വാർത്തകളുടെ ഉറവിടം തേടി പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്കിംഗ് ന്യൂസ് എന്ന ഹെഡ്ലൈനിൽ ഏറ്റവും പുതിയ വാർത്ത, ഏറ്റവും പ്രാധാന്യമേറിയ വാർത്ത, ഏറ്റവും വേഗതയിലെത്തിക്കുവാനുള്ള കിടമത്സരം മാധ്യമ രംഗത്ത് വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. ലോകം പുറത്തുവിടുന്ന വാർത്തകളുടെ ഉള്ളടക്കം നാം അവലോകനം ചെയ്താൽ അതിനെ നമുക്ക് തരംതിരിക്കുവാൻ കഴിയും. ദുഃഖത്തിന്റെ വാർത്തകൾ, ബാഡ് ന്യൂസ്, സാഡ് ന്യൂസ്, ഫോൾസ് ന്യൂസ് എന്ന നിലകളിൽ തരംതിരിക്കുവാൻ കഴിയും. അതിൽ തന്നെ ദുഃഖത്തിന്റെ വാർത്തകൾ, ആകുലപ്പെടുത്തുന്ന വാർത്തകൾ, ഭയപ്പെടുത്തുന്ന വാർത്തകൾ, നിരാശപ്പെടുത്തുന്ന വാർത്തകൾ, കുലപാതകത്തിന്റെ വാർത്തകൾ, കള്ളക്കടത്തിന്റെ വാർത്തകൾ, ചതിയുടെയും വഞ്ചനയുടെയും വാർത്തകൾ, അങ്ങനെ ലോകം പുറത്തുവിടുന്ന വാർത്തകൾ ഒന്നും ആശാവഹമല്ല. ലോകം പുറത്തുവിടുന്ന വാർത്തകളെല്ലാം തന്നെ വളരെ നിരാശജനകമാണ്. പ്രത്യാശ നൽകുന്ന, ആശ്വാസം നൽകുന്ന, ദൃഢധൈര്യം നൽകുന്ന ഒരു വാർത്തയും ലോകം നൽകാതിരിക്കുമ്പോൾ
ഈ ലോകത്തിന് കൈമാറുവാനുള്ള സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും ധൈര്യത്തിന്റെയും ഒരേ ഒരു വാർത്ത, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ്, ദൈവവചനത്തിന്റെ സന്ദേശമാണ്. ഈ പ്രതിസന്ധിയുടെ തീവ്രത നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിനേക്കാൾ ശക്തമായ നിലയിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാനകാല പരിതസ്ഥിതിയിൽ അനേക പ്രിയപ്പെട്ടവരുടെ ഉപജീവന ഉറവകൾ അടയുന്നു, ആതുരാലയങ്ങൾ നിറയുന്നു. പരിചരിക്കുന്നവർ പോലും ഭയചകിതരായി മാറുകയാണ്. ഉയരുന്ന മരണനിരക്കിന്റെ കണക്കുകൾ എല്ലാ കണക്കു കൂട്ടലുകളെയും തെറ്റിക്കുമ്പോൾ തങ്ങളുടെ രക്തബന്ധങ്ങൾ, മരണത്താൽ വേർപെട്ട തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണുവാനോ അന്ത്യചുംബനം നൽകുവാനോ അനേകർക്ക് സാധിക്കാതെ അനേക പ്രിയപ്പെട്ടവർ നിരാശയുടെ നീർച്ചുടിയിൽ അകപ്പെട്ടിരിക്കുന്നതായ ഒരു സാഹചര്യം, സ്വന്തം ജീവിതത്തിന്റെ ഭാവിയുടെ ഈ ലോകത്തിന്റെ ഗതി എന്താകുമെന്നറിയാതെ പരിഭ്രാന്തരായി വിഷണ്ണരായി നിൽക്കുന്ന ഒരു വലിയ കൂട്ടത്തെയും നമുക്ക് കാണുവാൻ സാധിക്കും. ഭരണസാരഥികൾ പോലും ഭരണസിരാചക്രം എങ്ങനെ തിരിക്കണമെന്നറിയാതെ അവർ ദുഃഖത്തിലാണ്. വൈദ്യശാസ്ത്ര രംഗത്തെ വിദഗ്ധരായവർ ഈ മഹാവ്യാധിയെ എങ്ങനെ പിടിച്ചു നിർത്തണമെന്നറിയാതെ അവർ വളരെ അധികം ആശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു, ഭഗീരഥ പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ പ്രയത്നങ്ങളെ ദൈവം സഫലീകരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഇതെല്ലാം നിസ്സഹായതയുടെ ഒരു നേർചിത്രമായി നമ്മുടെ കൺമുമ്പിൽ തെളിയുമ്പോൾ ആഗോള താപനം, ആഗോള വർഗീയവാദം, ആഗോള തീവ്രവാദം, ആഗോള സമരങ്ങൾ, ആഗോള രോഗങ്ങൾ, ആഗോള സാമ്പത്തിക തകർച്ച തുടങ്ങി ആഗോളവൽക്കരിക്കപ്പെടുന്ന പ്രതിസന്ധിയുടെ നടുവിൽ ആഗോള കൊറോണ വൈറസ് വ്യാപനവും അതിശക്തിയോടെ നിൽക്കുമ്പോൾ ഇതിന്റെ നടുവിൽ ആഗോള വ്യാപകമായി ആശ്വാസം നൽകുവാൻ, പ്രതീക്ഷയ്ക്ക് വക നൽകുവാൻ കഴിയുന്ന ഒരു സന്ദേശമേ ഉള്ളൂ. ദൈവവചനത്തിന്റെ സന്ദേശമാണ്. ആ സന്ദേശം കേൾക്കുവാൻ, ഗ്രഹിക്കുവാൻ, അതിനെ അനുസരിക്കുവാൻ, ഏറ്റെടുക്കുവാൻ എന്റെ ബഹുമാനിയ ശ്രോതാക്കളെ സർവകൃപാലുവായ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സവിശേഷമായ ശ്രദ്ധയെ ദൈവവചനത്തിലേക്ക് ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് പുസ്തകം അതിന്റെ 11-ാം അധ്യായം അതിന്റെ 9-ാമത് വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. യഹോവ മോശയോട്, മിസ്രയീം ദേശത്ത് എന്റെ അത്ഭുതങ്ങൾ പെരുകേണ്ടതിന് ഫറവോൻ വാക്ക് കേൾക്കയില്ല എന്ന് അരുളി ചെയ്തു. മിസ്രയീം ദേശത്ത് എന്റെ അത്ഭുതങ്ങൾ പെരുകേണ്ടതിന് ഫറവോൻ നിങ്ങളുടെ വാക്ക് കേൾക്കയില്ല. കർത്താവിന് മഹത്വം. പ്രാർത്ഥനാ നിരതരായി ഈ ശുശ്രൂഷയിൽ നിങ്ങൾ ആയിരിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവത്തിന് മഹത്വം. സുന്ദരമല്ലാത്ത അവസ്ഥയിൽ ദിവ്യസുന്ദരനായി മിസ്രൈമിൽ ഇസ്രായേൽ കുടുംബത്തിൽ ലേവി വംശത്തിൽ എബ്രായ ദമ്പതികൾക്ക് ജനിക്കപ്പെട്ട സുന്ദരനായ ഒരു കുഞ്ഞാണ് മോശ. ഞാങ്ങളപ്പെട്ടിയിൽ അവൻ ഒഴുക്കപ്പെട്ടു. വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടതിനാൽ മോശ എന്ന പേര് ലഭിക്കപ്പെട്ടു. 40 വർഷത്തെ ശുശ്രൂഷയ്ക്കായി
80 വർഷം ദൈവത്താൽ അവൻ ഒരുക്കപ്പെട്ടു. പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തേക്കാൾ ദൈവജനത്തിന്റെ കഷ്ടം അവർ തിരഞ്ഞെടുത്തു. ഭൂതലത്തിലെ അതിസൗമ്യൻ എന്ന പേര് അവനുണ്ട്. ദൈവഗ്രഹത്തിലെ വിശ്വസ്തൻ എന്ന സാക്ഷ്യം അവനുണ്ട്. ദൈവവുമായി അഭിമുഖ സംഭാഷണം ചെയ്ത ഒരനുഭവം അവനുണ്ട്. പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായി അവൻ തിളങ്ങുന്നു. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനായി ദൈവത്താൽ നിയുക്തനാക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് മോശ എന്ന് പറയുന്നത്. മാത്രമല്ല, ഫറവോന് ദൈവത്താൽ ദൈവമാക്കപ്പെട്ടു. ഏറ്റവും വലിയ പ്രവാചകന്മാരിൽ പ്രഥമനായി നിൽക്കുന്നു. ഏറ്റവും വലിയ നേതാക്കന്മാരിൽ അഗ്രഗണ്യനായി നിൽക്കുന്നു. ഒടുക്കം ദൈവത്താൽ അടക്കം പ്രാപിച്ച ഒരു ഭക്ത കേസരിയാണ് മോശ. ഈ മോശയുടെ ജീവിത ഗതിയെ 3 ഘട്ടങ്ങളായി നമുക്ക് തിരിച്ചാൽ 120 വർഷത്തെ ജീവിതത്തെ 3ആയിട്ട് തരംതിരിച്ചാൽ, 1 മോശ മിസ്രൈമിയ പാഠശാലയിൽ, 2 മോശ മരുഭൂമിയിലെ പാഠശാലയിൽ, 4 മോശ ദൈവിക ദൗത്യത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്നു. ഇങ്ങനെ 3 ഘട്ടങ്ങളായി തിരിക്കുമ്പോൾ അതിൽ 1ാമത്തെ ഘട്ടം മോശ മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നുവെന്നാണ് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. വാക്കിൽ വിക്കൻ എന്നല്ല, വാക്കിൽ സമർത്ഥൻ എന്നാണ് നാം വായിക്കുന്നത്. മിസ്രൈമിലെ യൂണിവേഴ്സിറ്റിയിലെ സകല വിജ്ഞാനവും അഭ്യസിച്ച്, എല്ലാ ആയോധന കലകളും അഭ്യസിപ്പിച്ച്, ആഠ്യത്വവും കുലമഹിമയും കുലശ്രേഷ്ഠതയും എല്ലാം ഉത്തിണങ്ങിയ ഒരു വീരനായക പരിവേഷത്തിൽ എല്ലാം അറിയുന്നവനായി, എല്ലാം കഴിയുന്നവനായി, എൻ്റെ ശക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും എനിക്ക് എല്ലാം സാധ്യമെന്ന് ചിന്തിച്ച ഒരു പുതകല ചരിത്രം ഈ മോശയ്ക്കുണ്ട്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ് മോശ ജനിച്ചതെന്നുള്ള കാര്യം നാം വിസ്മരിച്ചു പോകരുത്. നമ്മുടെ പ്രമേയത്തിലേക്ക് കടക്കും മുൻപ് അതിന്റെ പശ്ചാത്തലം ഒന്ന് തൊട്ടു പറയുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. 3 മാസം മോശ കുഞ്ഞിനെ അപ്പനും അമ്മയും ഒളിപ്പിച്ചു വെച്ചു. പിന്നെ ഒളിപ്പിച്ചു വെക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം സംജാതമായി. ഞാൻ ചിന്തിക്കുന്നു, കുഞ്ഞു വളരും തോറും അതിന് ശബ്ദം വർദ്ധിക്കും. കുഞ്ഞിന്റെ നിലവിളിയുടെ ശബ്ദം അടക്കാൻ കഴിയാത്ത, തടയാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് ഉയർന്നു വന്നേക്കാം. അതുകൊണ്ടാകണം എന്ന് ഞാൻ അനുമാനിക്കുന്നു. പ്രിയരെ, ഒരു ദൂത് ആ വിഷയത്തോട് ചേർത്ത് നിർത്തി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവിക പദ്ധതിക്ക് വിരോധമായി ആരെല്ലാം നിന്നെ ഒതുക്കി വച്ചാലും, എന്തർത്ഥത്തിൽ അവർ ചിന്തിച്ചാലും, അപ്പന്റെയും അമ്മയുടെയും പദ്ധതിയല്ല, മറ്റാരെയും പദ്ധതി പ്രകാരമല്ല, ദൈവത്തിന് പദ്ധതി പ്രകാരമാകുവാൻ വിളിയുള്ള നിയോഗമുള്ള ഒരുവനെ വേറെ ആർക്കും ഒതുക്കി വെക്കുവാൻ കഴിയുകയില്ല. പുറത്തു വരും. ദൈവസന്നിധിയിൽ കരയുവാൻ, പ്രാർത്ഥിക്കുവാനുള്ള ഒരു നിയോഗം നിങ്ങൾക്കുണ്ടോ? കരയുവാൻ കഴിയുന്ന ഒരു കണ്ണ് നിങ്ങൾക്കുണ്ടോ? ദൈവസന്നിധിയിൽ മുട്ടുകുത്തുവാൻ ഒരു മുട്ട് നിങ്ങൾക്കുണ്ടോ? നിശ്ചയമായും നിങ്ങളായിരിക്കുന്ന പരിതസ്ഥിതിക്കകത്ത് നിന്ന് ദൈവിക ദൗത്യത്തിന്റെ ഉദ്ദേശ പൂർത്തീകരണത്തിലേക്ക് സ്വർഗം നിങ്ങളെ പുറത്തിറക്കുന്ന സമയമുണ്ട് എന്ന് മറന്നുപോകരുത്. ഇത് പ്രാർത്ഥനയുടെ ഒരു സമയമാണ്. ഈ 3-ാം ലോക സഹസ്രാബ്ദത്തിൽ ഒരാഗോള വ്യാപകമായി ആത്മീയ ഉണർവ് ദൈവം അയക്കുവാൻ പോകുകയാണ്. അതിനുവേണ്ടി ശക്തിയോടെ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പ്രാർത്ഥനാ പോരാളികൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മിൽ പലരും ആ നിലയിൽ പ്രാർത്ഥിക്കുന്നവരാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആത്മീയ ഉണർവ് 3-ാം സഹസ്രാബ്ദത്തിൽ ആഗോള വ്യാപകമായി ദൈവം അയക്കുവാൻ പോകുന്നതിന് മുൻപ് ആഗോള വ്യാപകമായി പ്രാർത്ഥനയുടെ ഒരു ഉണർവ്, അർത്ഥത്താൽ പ്രാർത്ഥനയ്ക്കായി ജനത്തെ തട്ടി ഉണർത്തുന്ന, തട്ടി എഴുന്നേൽപ്പിക്കുന്ന, പ്രാർത്ഥനയ്ക്കായി ഒരുക്കിയെടുക്കുന്ന, പ്രാർത്ഥനയ്ക്ക് നിയോഗം നൽകുന്നതായ ഒരു സമയമായി ഈ കാലഘട്ടം
അവൻ മാറുന്നു എന്നുള്ളത് ഞാൻ പരിശുദ്ധാത്മാവിൽ തിരിച്ചറിയുന്ന ഒരു കാര്യമാണ്. എന്നെ കേൾക്കുന്ന ബഹുമാനപ്പെട്ട ദൈവമക്കൾക്ക് ആ ബോധ്യമുണ്ടായിരിക്കാം. കാരണം അത് പറയുന്നതിന്റെ കാരണം എന്റെ 5-ാമത്തെ വയസ്സിലാണ് ഞാൻ പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയപ്പെട്ടത്. സ്തോത്രം. എന്റെ 5 വയസ്സിൽ എന്റെ വീട്ടിൽ സാധാരണ നടക്കുന്ന സന്ധ്യാപ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ എന്റെ മാതാപിതാക്കള്, എന്റെ പിതാവിന്റെ മാതാപിതാക്കള് അഥവാ എന്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും ഒക്കെയുള്ള ആ ഞങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിനകത്ത് ഞാനും എന്റെ സഹോദരിയും എന്റെ പിതാവും മാതാവും വല്യപ്പച്ചനും വല്യമ്മച്ചിയും ചേർന്ന് ഒന്നിച്ച് പാട്ടുപാടി ആരാധിക്കുന്നു. ആ ആരാധനയിലാണ് ഞാനും എന്റെ പെങ്ങളും അഭിഷേകത്താൽ നിറയപ്പെടുവാനിടയായി തീർന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, അങ്ങ് സമയം നോക്കിയല്ല പ്രാർത്ഥിക്കുന്നത്. ആമേൻ ആമേൻ. ചില പാട്ടുകൾ പാടി ആത്മനിറവിൽ ധാരാളം സമയം ആരാധിക്കുന്ന ഒരു ശൈലി അന്നുണ്ടായിരുന്നു. ചാണകം കൊണ്ട് മെഴുകിയ തറയിൽ പായിട്ട് കിടക്കാനുള്ള സാമ്പത്തിക ശേഷി അന്നില്ലായിരുന്നെങ്കിലും ആത്മികമായി ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും സമയം വേർതിരിച്ച് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന ഒരു അനുഭവങ്ങൾ അന്നുണ്ടായിരുന്നു പ്രിയരെ. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു വിഷയം, കാലം മുന്നോട്ട് പോയപ്പോൾ ആ നിലകളിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങിയ അനേക കുടുംബങ്ങളിൽ പ്രാർത്ഥനയുടെ സമയം കുറഞ്ഞു വരുന്നു. പ്രാർത്ഥനയുടെ സമയം കുറഞ്ഞു വന്നപ്പോൾ ദൈവസാന്നിധ്യത്തിന്റെ കുറവ് കുടുംബങ്ങളിൽ വെളിപ്പെട്ടു. ദൈവസാന്നിധ്യം കുടുംബങ്ങളിൽ കുറഞ്ഞപ്പോൾ കുടുംബങ്ങൾക്കകത്ത് കലഹങ്ങൾ കൂടി, കുടുംബങ്ങൾക്കകത്ത് പ്രശ്നങ്ങൾ കൂടി. നമ്മുടെ ഇടയിൽ പോലും വിശ്വാസ സമൂഹത്തിന്റെ ഇടയിൽ പോലും ഡൈവേഴ്സ് കേസുകൾ വർദ്ധിച്ചു വരുവാൻ ഇടയായി തീർന്നു. ഇതിന്റെയൊക്കെ കാരണം നോക്കിയാൽ മുൻപുള്ള കാലത്തേക്കാൾ നമ്മുടെ തലമുറകൾക്ക് വിദ്യാഭ്യാസമുണ്ട്. മുൻപുള്ള കാലഘട്ടത്തേക്കാൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അറിവിന്റെ തലങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. ലോകത്തെ കൂടുതൽ അടുത്തറിയാനുള്ള സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ, സാങ്കേതിക വിദ്യയുടെ സഹായങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ട്. വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, പണമുണ്ട്, നല്ല പൊസിഷനുണ്ട്, സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത്? ഉത്തരം ഒന്നേ ഉള്ളൂ. എന്റെ പരിമിതമായ അറിവിൽ, ബോധ്യത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞൊരു വിഷയം, കുടുംബങ്ങളിൽ ദൈവസാന്നിധ്യത്തിന്റെ അളവ് കുറഞ്ഞു. എന്തുകൊണ്ട്? പ്രാർത്ഥന കുറഞ്ഞു. കുടുംബങ്ങൾ ഒന്നിച്ചിരുന്ന് മണിക്കൂറുകൾ അന്യഭാഷകളിൽ ആരാധിക്കുന്ന ആ അനുഭവം കുറഞ്ഞു. ആയതിനാൽ കുടുംബങ്ങൾക്കകത്ത് പ്രശ്നങ്ങൾ, കല്ലുകടികൾ വർദ്ധിച്ചു വരുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വളരെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, നഷ്ടപ്പെട്ട പ്രാർത്ഥനയുടെ വിടവുകളെ നികത്തുവാൻ, കുറവുകളെ പരിഹരിക്കുവാൻ, ആ പ്രാർത്ഥന അളവ് വർദ്ധിപ്പിക്കുവാൻ, ഭവനങ്ങളിൽ, വീടുകൾക്കകത്ത് ദൈവസാന്നിധ്യത്തിന്റെ അളവ് വർദ്ധിച്ചു വരുന്ന ഒരു നല്ല നാളെ പ്രതീക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി ഒരുങ്ങുവാനുള്ള സമയങ്ങളായി ഈ ലോക്ക്ഡൌൺ ടൈം, ഈ പ്രത്യേകമായ സാഹചര്യങ്ങൾ മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്നവർക്ക് ഈ വസ്തുതകൾ ഗ്രഹിക്കുവാൻ കഴിയുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മനസ്സിലാക്കേണ്ടതായ വിഷയം, മോശക്കുഞ്ഞിനെ ഒരു ഞാങ്ങണ പെട്ടിയിൽ ഒരു 4 അടി പോലും കഷ്ടിയുള്ള ഒരു ഞാങ്ങണയുടെ ഒരു ചെറിയ പെട്ടകം ഉണ്ടാക്കി അതിനകത്ത് ഈ കുഞ്ഞിനെ ആക്കിയിട്ട് അമ്മയും അപ്പനും കൂടെ ഒഴുക്കി വിടുകയാണ്. 4000 കിലോമീറ്റർ നീളമുള്ള നൈൽ എന്ന് പറയുന്ന വലിയ മത്സ്യസമ്പത്തുള്ള, ചീങ്കണ്ണികളൊക്കെയുള്ള, വലിയ ആഴമുള്ള, വിശാലമായ ആ നദിയിലൂടെ ഈ ചെറിയ പെട്ടകത്തിൽ കുഞ്ഞിനെ ഒഴുക്കി വിടുമ്പോൾ അപ്പനും അമ്മയും വിചാരിച്ചില്ല 400 കൊല്ലത്തെ പ്രാർത്ഥനയുടെ മറുപടിയാണ് 4000 മൈൽ നീളമുള്ള നൈലിലൂടെ ഈ 4 അടി പോലും ഇല്ലാത്ത പെട്ടകത്തിനകത്ത് ഒഴുക്കി പോകുന്നതെന്ന് അവരറിഞ്ഞില്ല. സ്തോത്രം. നൈല് കൊണ്ടുപോയാൽ തിരിച്ചു കൊടുത്ത ചരിത്രമില്ല. അനേക കുഞ്ഞുങ്ങളെ നൈല് മുക്കി കൊന്നിട്ടുണ്ട്, വെള്ളം കുടിപ്പിച്ചു കൊന്നിട്ടുണ്ട്. അപ്പോൾ നൈലിൽ എറിയപ്പെട്ടതിന് ഒന്നും നൈല് തിരിച്ചു കൊടുത്തിട്ടില്ല, തകർത്തിട്ടേ ഉള്ളൂ. ഈ തലമുറയെ ഈ വെള്ളത്തിൽ ഒഴുക്കി വിടുമ്പോൾ ആ അപ്പനും അമ്മയും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഞങ്ങൾക്കിവനെ
ജീവനോടെ മടക്കി കിട്ടും. ഇനി ശവം പോലും കാണാൻ പറ്റുമോ എന്ന് പോലും അവർക്ക് ഉറപ്പില്ലായിരുന്നു. എന്നാൽ ഒരു കാര്യം വസ്തുതയാണ്, നിയോഗത്തോടെ ദൈവം വെളിപ്പെടുത്തിയ ദൈവം വെളിപ്പെടുത്തുവാൻ പോകുന്ന ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ഒരു പാത്രീഭൂതനായി മാറേണ്ട ഒരു വ്യക്തിയാണ് ഈ ഒഴുകി നടക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയുടെ മറുപടി തലമുറ ഒഴുകിപ്പോയാൽ, ശത്രു കൊണ്ടുപോയാൽ നിരാശപ്പെട്ടു പോകല്ലേ. പ്രാർത്ഥിക്കുന്ന കരങ്ങളിൽ വീണ്ടും മടക്കി തന്ന് തിരിച്ചു കിട്ടത്തില്ലെന്ന് ചിന്തിക്കുന്നതിനെ മടക്കി തന്ന് മാനിക്കുവാൻ കഴിവുള്ള ദൈവത്തെയാണ് നാം ആരാധിക്കുന്നതെന്ന് മറന്നു പോകരുത്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ കുഞ്ഞൊഴുകി പോകുമ്പോൾ ഫറവോപുത്രിയുടെ മനസ്സിൽ ഒരു ചിന്ത, ഒന്ന് പോയി കുളിച്ചേക്കാം. പെട്ടെന്നൊരു ചിന്ത, കുളിക്കാൻ വരുന്ന ഫറവോപുത്രിയുടെ ഉള്ളിലോ തോഴിമാരുടെ ഉള്ളിലോ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല ഒരു ഞാങ്ങളുടെ ഒരു പെട്ടിയിൽ ഒരു കുട്ടിയും കിട്ടുമെന്ന് അവർ ചിന്തിച്ചില്ല. പക്ഷെ തമ്പുരാന്റെ പദ്ധതിയിൽ അങ്ങനെ ഒരു കാര്യമുണ്ടായിരുന്നു. സ്തോത്രം. നമുക്ക് ആ ചരിത്രങ്ങൾ അറിയാവുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഫറവോപുത്രിയുടെ മകനായി കൊട്ടാരത്തിൽ വളർന്ന് വലുതായി. എന്നാൽ കഴിവുകൊണ്ടും ശക്തി കൊണ്ടും തന്റെ ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടി അവൻ ശ്രമിക്കുന്നുണ്ട്. പരാജയപ്പെട്ടു പോകുന്നു. അതിനുശേഷം ദൈവം അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. മരുഭൂമിയിൽ വെച്ച് മുൾപടർപ്പ് തീപിടിച്ചു വെന്തുപോകാത്ത കാഴ്ച ദൈവം കാണിച്ച് അവനെ ഒരുക്കിയെടുക്കുന്ന ഭാഗങ്ങൾ നമുക്ക് നന്നായി അറിയാം. നിയോഗം കൊടുത്ത ദൈവം മടക്കി അയക്കുകയാണ്. നിയോഗപ്രകാരം മോശ കടന്നു വരുമ്പോൾ ആ മിസ്രൈമിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, മോശേ, ഒരു ദൂത് ഞാൻ നിന്നോട് പറയുന്നു, മിസ്രൈമിൽ എന്റെ അത്ഭുതങ്ങൾ പെരുകേണ്ടതിന് ഫറവോൻ നിങ്ങളുടെ വാക്ക് കേൾക്കയില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രമേയത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് വേഗതയിൽ ഞാൻ കടന്നു വരുന്നു. സ്തോത്രം. മിസ്രൈമിൽ അത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് മോശ പ്രാർത്ഥിച്ചില്ല. എന്തായാലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ പോകുകയാണ്. അങ്ങനെ അയക്കുമ്പോൾ അവിടെ അസാധാരണമായ അത്ഭുതങ്ങൾ, വീര്യപ്രവൃത്തികൾ ചെയ്യണമേ എന്ന് മോശ പ്രാർത്ഥിച്ചിട്ടല്ല സ്തോത്രം മോശ പോകുന്നത്. ദൈവത്തിന്റെ നിർബന്ധമാണ് മിസ്രൈമിൽ അത്ഭുതങ്ങൾ പെരുകണം. അങ്ങനെയെങ്കിൽ ദേശങ്ങളുമായി ബന്ധപ്പെട്ട്, പട്ടണങ്ങളുമായി ബന്ധപ്പെട്ട്, ഗ്രാമങ്ങളുമായി ബന്ധപ്പെട്ട്, രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ദൈവ പ്രവൃത്തികൾ വെളിപ്പെടുത്തണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. അന്ത്യകാലഘട്ടത്തിന്റെ അന്ത്യനാഴികയിൽ നിശ്ചയമായും അവൻ ഈ അന്ത്യകാലഘട്ടത്തിന്റെ ആരംഭത്തിൽ അപ്പോസ്തലന്മാരിലൂടെ വെളിപ്പെട്ട ദൈവ പ്രവൃത്തിയേക്കാൾ ഇരട്ടി ശക്തിയോടെ വലിയത് ഈ തലമുറയിൽ സ്വർഗം നമ്മളുടെ ചെയ്യിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇസ്രായേൽ മക്കൾ നിലവിളിയുടെ മറുപടിയാണ് മോശ. അപ്പോൾ എന്തുകൊണ്ട് നിലവിളിച്ചു? ഉത്തരം, യോസേപ്പിനെ അറിയാവുന്ന ഫറവോൻ വന്നപ്പോൾ ഇസ്രായേലിന് പ്രാർത്ഥന കാണണമെന്നില്ല, നിലവിളിയേ ഇല്ല. അവർ സന്തോഷമായിരുന്നു. അവർ അധികാരികളെ പോലെയായിരുന്നു. അവർ അവകാശികളെ പോലെയായിരുന്നു. രാജകീയ പ്രൗഢിയിൽ അവർ ജീവിച്ചു വന്നു. പ്രഭു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ അവർ ജീവിച്ചു വന്നു. എന്നാൽ യോസേപ്പിനെ അറിയാത്ത ഫറവോൻ രംഗത്ത് വന്നു. രാജാക്കന്മാരെ നീക്കുകയും വാഴിക്കുകയും ചെയ്യുന്നത് ദൈവമല്ലേ? അങ്ങനെയെങ്കിൽ ദൈവത്തിന് അറിയത്തില്ലേ? യോസേപ്പിനെ അറിയാത്ത ഒരു ഫറവോൻ കയറിയാൽ ഇസ്രായേൽ മക്കളുടെ കാര്യം കഷ്ടമാകുമെന്ന് ദൈവത്തിന് അറിഞ്ഞുകൂടെ? അറിയാം. ദൈവം പിന്നെ എന്തിനാണ് അത് അനുവദിച്ചത്? ഉത്തരം, ഇസ്രായേൽ മക്കളുടെ വാഗ്ദത്ത ദേശം മിസ്രൈം അല്ല. ഇസ്രായേൽ മക്കളുടെ വാഗ്ദത്ത ദേശം കനാനാണ്. അവർ അവിടെ പാർക്കേണ്ടവരാണ്. ഇവിടെ താൽക്കാലിക വാസത്തിന് വേണ്ടി മാത്രം അയക്കപ്പെട്ടവരാണ്. സ്തോത്രം. ഇവിടെ അല്ല സ്വദേശം. ഇസ്രായേലിന് വേണ്ടി മറ്റൊരു വാഗ്ദത്ത നാട്
ഉണ്ടെന്നുള്ള വസ്തുത ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടും അവരെ അവിടെ എത്തിക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ടും പുറപ്പാടിനു വേണ്ടി അവരെ ഒരുക്കുവാൻ വേണ്ടിയാണ് ഈ പ്രതിസന്ധി രംഗത്ത് വന്നിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾ, ദൈവമേ ഈ ഫറവോനെ ഒന്ന് നീക്കി തരണേ, യോസേഫിനെ അറിയാവുന്ന ആരെയെങ്കിലും ഭരണത്തിൽ ഏൽക്കണമേ എന്ന് ഈ ഭരണത്തിന്റെ കൈമാറ്റം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് ശേഷമോ ഒക്കെ ഇസ്രായേൽ മക്കളിൽ ഭക്തിയുള്ള അനേകരും പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. എന്നാൽ ആ പ്രാർത്ഥനയൊന്നും ദൈവം കേട്ടില്ല. എന്തുകൊണ്ടാണ്? അത് അങ്ങനെ സംഭവിക്കണമെന്നുള്ളത് ദൈവ ഉദ്ദേശമാണ്. അങ്ങനെയെങ്കിൽ അനുകൂലമല്ലാത്ത പ്രതികൂലമായ ഭരണ സംവിധാനങ്ങൾ രംഗത്ത് വരുമ്പോൾ, എതിർപ്പുകൾ വരുമ്പോൾ, പീഡകൾ വരുമ്പോൾ, പോരാട്ടങ്ങൾ സംഭവിക്കുമ്പോൾ ഭാരപ്പെട്ടു പോകല്ല്. അതിന്റെ പിന്നിൽ വലിയ ശ്രേഷ്ഠമായ ഒരു ദൈവിക പദ്ധതി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. യോസേഫിനെ അറിയാവുന്ന ഫറവോൻ ഭരിക്കുന്ന സമയത്ത് മോശ വന്നിട്ട് പറയുകയാ, ഇസ്രായേൽ മക്കളെ, നമ്മുടെ നാട് ഇതല്ല, നമുക്കൊരു നാട് ഒരുക്കപ്പെട്ടിട്ടുണ്ട്. പാലും തേനും ഒഴുകുന്ന ഒരു നാടുണ്ട്. വാഗ്ദത്ത ദേശം നമുക്കുണ്ട്. നമ്മുടെ പിതാവായ അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത ഒരു നാട് നമുക്കുണ്ട്. അവിടെ നമുക്ക് പോകണ്ടേ എന്ന് ചോദിച്ചാൽ അവര് പറയും, ദേവദാസനെ, കേട്ടതിനൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്, അങ്ങ് പോക്കോ, കുടുംബമായി അവിടെ പാർത്തോ, ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കട്ടെ എന്നേ അവര് പറയത്തുള്ളൂ. ഞങ്ങളുടെ കനാനും ഞങ്ങളുടെ വാഗ്ദത്ത ദേശവും ഞങ്ങളുടെ നാട് ഈ മിസ്രയും മാത്രമാണ്. ഇത് വിട്ടിട്ട് ഞങ്ങൾ എങ്ങോട്ടുമില്ല. ഇവിടെ ഞങ്ങൾക്ക് നല്ല ജോലിയുണ്ട്, ഇവിടെ ഞങ്ങൾക്ക് നല്ല സൗകര്യങ്ങളുണ്ട്, ഇവിടെ ഞങ്ങൾ രാജാക്കന്മാരെ പോലെ സ്വർഗതുല്യമായ ഒരവസ്ഥയിൽ ഞങ്ങൾ ജീവിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, സ്വർഗതുല്യമായ ഒരവസ്ഥയിൽ ജീവിക്കുന്നവരെ പെട്ടെന്ന് ഒരു അധികാര കൈമാറ്റത്തിലൂടെ നരകതുല്യമായ അത്യന്തം കയ്പായ അവസ്ഥയിലേക്ക് അവരുടെ ലൈഫിനെ ദൈവം മാറ്റിയത് എന്തുകൊണ്ടാണ്? നാം ദൈവത്തിൽ വായിക്കുന്നു, ഇസ്രായേൽ മക്കളുടെ ജീവനെ അത്യന്തം കയ്പാക്കി എന്ന് വായിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത്യന്തം മധുരമായ ഒരു ജീവിതം ഇസ്രായേൽ മക്കൾക്ക് ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ ജീവിതം അത്യന്തം കയ്പായി മാറി. ദൈവം എന്തുകൊണ്ട് കയ്പ് അനുവദിച്ചു? ഉത്തരം, നീ നിൽക്കുന്ന, കാലൂന്നി നിൽക്കുന്ന ഈ മിസ്രൈമിലെ മണ്ണുമായുള്ള ഓ ചിന്തയിൽ നിന്ന്, അതിനോടുള്ള നിന്റെ ഹൃദയത്തിന്റെ വലിയ ആഗ്രഹത്തിൽ നിന്ന് നിന്നെ പറിച്ചു മാറ്റി വാഗ്ദത്ത ദേശത്തിൽ നിന്നെ എത്തിക്കുവാൻ വേണ്ടി ഉള്ള ദൈവിക ഉദ്ദേശത്തിന്റെ അർത്ഥാൽ പുറപ്പാടിന്റെ മുന്നൊരുക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കട്ടെ, പുറപ്പാടിന്റെ മുന്നൊരുക്കമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന്റെ, മായാലോകത്തിന്റെ മോഹന സുന്ദര വാഗ്ദാനങ്ങൾക്ക് പുറകെ ഓടാതെ ഇന്ന് നടക്കുന്ന വിഷയങ്ങളെ ബൈബിൾ വീക്ഷണത്തിൽ അകങ്കണ്ണ് തുറന്ന് ഒന്ന് നോക്കിക്കാണുവാൻ ശ്രമിച്ചാൽ, അങ്ങനെ നോക്കുന്ന ഭക്തന് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ പുറപ്പാടിന്റെ സമയം ആസന്നമായി, പുറപ്പെടുവാൻ ഒരുങ്ങിക്കൊള്ളുക. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അവർ ജോലി ചെയ്യുന്ന മേഖല ഇന്നത്തെ കാലഘട്ടവുമായി തട്ടിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അവർ ഉപയോഗിക്കുന്ന കാറ് മെയ്ഡ് ഇൻ ഈജിപ്റ്റാണ്. അവരുപയോഗിക്കുന്ന പേന മെയ്ഡ് ഇൻ ഈജിപ്റ്റാണ്. അവർ കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ആഹാരം, കിടക്കുന്ന കിടക്ക, താമസിക്കുന്ന വീട്, അവർ സഞ്ചരിക്കുന്ന വാഹനം, അവർ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂള്, അവർ ജോലി ചെയ്യുന്ന സ്ഥാപനം, ധരിക്കുന്ന വസ്ത്രം എല്ലാം മെയ്ഡ് ഇൻ ഈജിപ്റ്റാണ്, മിസ്രൈമ്യമാണ്. മിസ്രൈമ്യമല്ലാത്ത ഒന്നും തന്നെ അവർ ഉപയോഗിക്കുന്നില്ല. അവരുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ കൂട്ടുകാരാരാണ്? മിസ്രൈമ്യരാണ്. സ്തോത്രം. അവര് ഉപയോഗിക്കുന്ന കറൻസി
ഏത് കറൻസിയാണ്? ഈജിപ്ഷ്യൻ കറൻസി അല്ലേ? സ്തോത്രം. അവരുടെ അക്കൗണ്ടിൽ, ഞാൻ പറഞ്ഞു ഇന്നത്തെ സാഹചര്യവുമായിട്ടാണ് ഞാൻ അതിനെ കമ്പയർ ചെയ്ത് പറയുന്നത്. അവരുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പണം, ആ പണം എവിടുത്തെ പണമാണ്? അത് ഈജിപ്ഷ്യൻ പണമല്ലേ? അതെ. അപ്പോൾ കഴിക്കുന്ന ആഹാരം, കുടിക്കുന്ന വെള്ളം, ധരിക്കുന്ന വസ്ത്രം, താമസിക്കുന്ന വീട്, ഉപയോഗിക്കുന്ന വാഹനം, അവർ ഉപയോഗിക്കുന്ന കറൻസി എല്ലാം എ ടു ഇസഡ് എല്ലാം മിശ്രീമ്യമായിരിക്കാം. പക്ഷേ ഇസ്രായേലേ, നീ ഒരു കാര്യം മറക്കല്ല്, നീ മിശ്രീമ്യനല്ല. നീ ഉപയോഗിക്കുന്നതെല്ലാം മിശ്രീമ്യമായിരിക്കാം, പക്ഷെ നീ മിശ്രീമ്യനല്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ജോലി ചെയ്യുന്നത് ഇവിടെയായിരിക്കാം, നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം ഇവിടുത്തെ തന്നെ വസ്തുക്കൾ തന്നെയാകാം. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്നതും ധരിക്കുന്നതും കിടക്കുന്നതും എല്ലാം ഇവിടുത്തെ ആയിരിക്കാം. എന്നാൽ മറക്കരുത്, നാം ഈ ലോകക്കാരല്ല, നാം മിശ്രൈമരല്ല. നമുക്കൊരു പുറപ്പാടുണ്ട്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുവാൻ വാഞ്ചിക്കുന്നവർക്ക് ഒരു നിർദ്ദേശമുണ്ട്, ഒരു കൽപ്പനയുണ്ട്. ഈ ലോകത്തോട് അവർ അനുരൂപരായി മാറുവാൻ പാടില്ല. ഈ ലോകത്തോട് അനുരൂപരാകുന്ന വ്യക്തിക്ക് കർത്താവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുവാൻ സാധ്യമല്ല. ഇസ്രായേൽ മക്കൾക്ക് പുറപ്പാടിന്റെ അവസാനത്തെ ഘട്ടത്തിലാണ് പെസഹ ആചരിക്കുന്നത്. പെസഹ ആചരിക്കുമ്പോൾ അവർക്കുള്ള ഒരു ദൂത്, പെസഹ ആചരിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. മിസ്രൈമിൽ ഇനി ഇച്ചിരി മണിക്കൂർ മാത്രമേ ഉള്ളെന്ന് അതിൻ്റെ അർത്ഥം. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വെളിപ്പെട്ട ആ ഒരു സമയമാണ് അന്ത്യകാലം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അന്ത്യകാലത്തിൽ പെന്തക്കോസ്ത് നാൾ അത് അന്ത്യകാലത്തിലാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തെക്കുറിച്ച് ബൈബിളിൽ നിന്ന് വായിക്കുന്നുണ്ട്. ഒന്ന് യോഹന്നാൻ പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ ഇത് അന്ത്യ നാഴികയാകുന്നു. അപ്പൊ നാഴിക എന്ന് പറയുമ്പോൾ ഇനി കുറച്ച് നാഴിക കൂടെ ഉള്ളൂ, ഇത് തീരാൻ പോവുക, അവസാനത്തെ നാഴികയാണ്. ഇനി അധിക സമയമില്ല. ഈ നാഴികയുടെ ദൈർഘ്യം എത്രയുണ്ടോ അത്രയേ ഉള്ളൂ ഇവിടുത്തെ വാസം. സ്തോത്രം. ഈ നാഴികയുടെ ദൈർഘ്യം വളരെ കുറവാണ്. കൃപായുഗത്തിന്റെ സൂര്യൻ അസ്തമിക്കാൻ സമയമായി, പുറപ്പെടുവാൻ സമയമായി. നമുക്കൊരു പുറപ്പാടുണ്ട്. അപ്പൊ പെസഹ ആചരിക്കുന്നവൻ അരകെട്ടി ചെരുപ്പിട്ട് തിടുക്കത്തോടെ കഴിക്കണം, ഒരുക്കത്തോടെ കഴിക്കണം, വിശുദ്ധിയോടെ കഴിക്കണം. എന്തുകൊണ്ട്? പുറപ്പെടാൻ ഇനി അധിക സമയമില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ സാക്ഷാൽ പെസഹ കുഞ്ഞാടായ ദൈവ കുഞ്ഞാടായ ക്രിസ്തു അറുക്കപ്പെട്ടു. ആ കർത്താവിന്റെ തിരുശരീരത്തിന്റെ പരമയാഗത്തിന്റെ ഓർമ്മയാണ് കത്രിമേശ, തിരുമേശ. ആ തിരുമേശയിൽ കൈ നീട്ടുന്ന ദൈവമൈതലേ, മറക്കരുത്. അത് വിളിച്ചു പറയുന്നു, ഇനി നമുക്ക് സഭയ്ക്ക്, കാന്തയ്ക്ക് ഇവിടെ അധികം നാൾ വാസമില്ല, പുറപ്പെടാൻ സമയമായി. കാന്തയെ ചേർക്കുവാൻ വേഗം വരുവാൻ പോകുന്നു. സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 7ാം പീരീഡ്, ലാസ്റ്റ് പീരീഡ്, ആ ക്ലാസ് അധികം ശ്രദ്ധിക്കാറൊന്നുമില്ല. ബുക്കൊക്കെ എടുത്തു വെച്ച്, ചോറ്റുപാത്രമൊക്കെ എടുത്തു വെച്ച്, ബാഗിന്റെ സിപ്പ് തുറന്ന് എല്ലാം എടുത്തു വെച്ചിട്ട് വളരെ ശാന്തമായി വിദഗ്ധമായി സൗണ്ടൊന്നും കേൾപ്പിക്കാതെ ആ ബാഗിന്റെ സിപ്പൊക്കെ ഇട്ട് ഇങ്ങനെ
ആമേൻ ആ ലാസ്റ്റ് പീരീഡിൽ അവസാന സമയത്ത് വട്ടമണിയിൽ മുഴങ്ങുന്ന കൂട്ടമണിയുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി വ്യഗ്രതയോടെ കാത്തിരിക്കും. അത് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പുറപ്പെടുക. സ്തോത്രം. അമ്മ വീട്ടിൽ പോകണം. അമ്മ ഒരുക്കി വെച്ചിരിക്കുന്ന 4 മണി പലഹാരമൊക്കെ അമ്മ ഒരുക്കി വെച്ചിട്ടുണ്ട്, അത് കഴിക്കണം. എത്രയും പെട്ടെന്ന് വീട്ടിലൊന്ന് പോയാൽ മതിയേ, ഈ ക്ലാസ് ഒന്ന് കഴിഞ്ഞാൽ മതിയേ. ഇതാണ് എങ്ങനെ എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെല്ലാം എന്ന ജിജ്ഞാസയോടെയാണ് ക്ലാസ്സിൽ അവസാനത്തെ പീരീഡ് ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂട്ടമണിയുടെ മുഴക്കം കേൾക്കാൻ വേണ്ടി കാതുകളെ കൂർപ്പിച്ച് ആ ക്ലാസ്സിൽ ഇരിക്കുന്നു. അങ്ങനെയെങ്കിൽ സഭ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ, കാഹളനാദമെന്ന കൂട്ടമണി കാതിൽ മുഴങ്ങുവാൻ സമയമായി. പുറപ്പാട് അടുക്ക വാതിക്കലായിരിക്കുന്നു. ഇനി ഇവിടെ അധികം നാളില്ല, പുറപ്പെടാൻ ഒരുങ്ങിക്കൊള്ളുക എന്നതാണ് ഈ സന്ദേശത്തിന്റെ കേന്ദ്രം. ഞാൻ പെട്ടെന്ന് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ മോശയോട് പറയുന്നു, മിസ്രൈമിൽ എന്റെ അത്ഭുതങ്ങൾ പെരുകേണ്ടതിന്. കഴിഞ്ഞ അനേക കൊല്ലങ്ങളായി ഇവിടെ പല അത്ഭുതങ്ങളും നടന്നിട്ടുണ്ട്. ജാതീയ ശക്തിയുടെ അത്ഭുതങ്ങളാണ്. 2300-ലധികം ആരാധന മൂർത്തികളുള്ള ഒരു നാടാണ് മിസ്രൈം. എന്നാൽ അവൻ ഇന്ന് വരെ ദൈവപ്രവൃത്തി ഇവിടെ വെളിപ്പെട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ ജാതീയ ശക്തികൾ അരങ്ങുവാഴുന്ന ആരാധന മൂർത്തികൾ, 2300-ലധികം ആരാധന മൂർത്തികൾ അരങ്ങുവാഴുന്ന മണ്ഡലത്തിൽ ആമേൻ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം മോശയെ അയക്കുകയാണ്. ആ മണ്ഡലത്തിൽ 1-2 അത്ഭുതങ്ങൾ ചെയ്താൽ പോരാ എന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. ദൈവം പറയുന്നു, എന്റെ അത്ഭുതങ്ങൾ മിസ്രൈമിൽ പെരുകണം, പെരുകണം, പെരുകണം. അത്ഭുതങ്ങൾ നടന്നു പോരാ, പോരാ, ഇനിയും അധികം അധികം നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം പറയട്ടെ, ഈ ജാതീയ ശക്തികൾ, മന്ത്രവാദികൾ, ശമനവാദികൾ, ആഭിചാരകന്മാർ, അതേ ശുദ്രക്കാർ തുടങ്ങി ഒരു വലിയ കൂട്ടം ആളുകൾ അവിടെ ഉണ്ടായിട്ട് ഈ ജാതീയ ശക്തിയെ സേവിക്കുന്ന ഈ വിദഗ്ധരായ വ്യക്തികൾക്ക് ആർക്കും തന്നെ ദൈവ പ്രവൃത്തിയിൽ ഒന്നുപോലും, ദൈവം വെളിപ്പെടുത്തിയ അത്ഭുതങ്ങളിൽ ഒന്നിനെ പോലും തടയുവാൻ കഴിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി സ്വർഗം ചില അത്ഭുതങ്ങളെ രാജ്യങ്ങളിൽ, പട്ടണങ്ങളിൽ അയക്കുമ്പോൾ അത് ഒന്നുപോലും ഒരു അന്ധകാര ശക്തിക്കും തടയുവാൻ കഴിയത്തില്ല. നിന്റെ ആയുസ്സിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത, തലമുറ കണ്ടിട്ടില്ലാത്ത ദൈവ പ്രവൃത്തികളെ ദൈവം ദേശത്ത് അയക്കുമ്പോൾ ഓർത്തുകൊള്ളുക, അവ പുറപ്പെടുവാൻ സമയമായി. ഈ കാലഘട്ടത്തിൽ ദൈവം ദൈവസഭയിലൂടെ, അഭിഷക്തന്മാരിലൂടെ, നമ്മിലൂടെ ഈ തലമുറയിൽ വലിയ പ്രവൃത്തികളെ വെളിപ്പെടുത്തുവാൻ പോകുന്നുവെന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്യുന്നവർക്കായി ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. മോശയുടെ ആയുസ്സിൽ മോശ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവൃത്തി മോശയിലൂടെ ദൈവം വെളിപ്പെടുത്തി. ഒരുവനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ, അഭിഷേകം ചെയ്യുമ്പോൾ, അവന്റെ ആയുസ്സിൽ അവൻ കണ്ടിട്ടില്ലാത്ത നിലയിലുള്ള അസാധാരണമായ ദൈവിക പ്രവൃത്തികൾ, ദൈവിക ശുശ്രൂഷകൾ വെളിപ്പെട്ടു വരുവാൻ ഇടയായിത്തീരും. എന്നെ കേൾക്കുന്നവരെ, ഹല്ലേലൂയ. ദൈവം മോശയ്ക്ക് ആദ്യമായി ശുശ്രൂഷയ്ക്കൊരു വേദി ഒരുക്കി കൊടുത്തത് പ്രതിസന്ധിയുടെ, പ്രതികൂലത്തിന്റെ, അന്ധകാര ശക്തിയുടെ പോരാട്ടങ്ങൾ വളരെ അധികമുള്ള ഒരു മേഖലയുടെ നടുവിലാണ് ശുശ്രൂഷയ്ക്കൊരു പ്ലാറ്റ്ഫോം ദൈവം ഒരുക്കി കൊടുത്തത്. അങ്ങനെയെങ്കിൽ ദൈവം നിന്നിൽ പകർന്ന അഭിഷേകത്തെ വെളിപ്പെടുത്തുവാൻ, ദൈവം നിന്നിൽ പകർന്ന ശുശ്രൂഷ എന്തെന്ന് വെളിപ്പെടുത്തി കാണിക്കുവാൻ ദൈവം ഒരുക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് പ്രതികൂലത്തിന്റെ നടുവിലായിരിക്കും, പ്രതിസന്ധിയുടെ നടുവിലായിരിക്കും. പക്ഷെ നിരാശപ്പെട്ടു പോകല്ല. സ്വന്തം ഇഷ്ടപ്രകാരം വന്നതല്ല മോശ, ആത്മനിയോഗത്തോടെ വന്നവനാണ്. അങ്ങനെ ദൈവം അയച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ദൈവം ചില പ്രവൃത്തികളെ നിന്നോട് വെളിപ്പെടുത്താതിരിക്കുകയില്ല. ആകയാൽ ഈ ദൂത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം നാം മറക്കരുത്. ഇതെല്ലാം വെളിപ്പെടുന്നതിന്റെ പിന്നിൽ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ: പുറപ്പെടുവാൻ സമയമായി, പുറപ്പെടുവാൻ സമയമായി. കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുന്നു. അതുകൊണ്ട് പുറപ്പെടുവാൻ ഒരുങ്ങാം. പെസഹ ആചരിക്കുന്നവൻ അശുദ്ധിയെ മാറ്റിക്കളഞ്ഞ് അവനിൽ നിന്ന് മാറ്റണം, അവന്റെ കുടുംബത്തിൽ നിന്ന് മാറ്റണം, അവന്റെ അതിരിൽ നിന്ന് അശുദ്ധിയെ മാറ്റണം. എന്നിട്ട് വേണം പെസഹ ആചരിക്കുവാൻ. പുളിപ്പുള്ള ഒന്നും അവന്റെ വീട്ടിൽ കാണുവാൻ പാടില്ല. അങ്ങനെയെങ്കിൽ അശുദ്ധമായതെന്തെങ്കിലും, ജയിക്കാൻ കഴിയാത്ത രഹസ്യ പാപങ്ങളോ പരസ്യ പാപങ്ങളോ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ജയിക്കുവാൻ ദൈവശക്തി പ്രാപിക്കട്ടെ. കർത്താവേ, അതിനെ
ജയിക്കുവാനുള്ള കൃപ എന്റെ മേൽ പകരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. വിശുദ്ധിയെ തികയ്ക്കാം. കർത്താവ് വരുവാൻ സമയമായി. വരവിനായി ഒരുങ്ങാം. അതിനായി സ്വർഗം നമ്മെ സഹായിക്കുവാനാകട്ടെ. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഈ സാഹചര്യത്തിന്റെ നടുവിൽ വളരെയേറെ പ്രതിസന്ധികൾ ലോകം കടന്നു പോകുമ്പോൾ നമുക്ക് ലോകത്തിലെ ഒരു പ്രശ്നങ്ങൾക്കും തകർക്കുവാൻ കഴിയാത്ത, ലോകത്തിലെ ഒരു വിഷയങ്ങൾക്കും ഇല്ലായ്മ ചെയ്യുവാൻ കഴിയാത്തതായ ഒരു നിത്യമായ സ്വർഗീയമായ ഭംഗം വരാ പ്രത്യാശ സ്വർഗം നമുക്ക് തന്നിരിക്കുകയാണ്. ആ പ്രത്യാശയെ മുറുകെ പിടിക്കുക. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മാധ്യമത്തിലൂടെ ദൈവജനം ശ്രദ്ധിച്ച എല്ലാ ബഹുമാന പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ആയിരിക്കുന്ന പ്രതിസന്ധികളുമേൽ അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്യണമേ. അവരുടെ വിഷയങ്ങളുമേ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യണമേ. ഒരു മാറ്റം അവിടുന്ന് കൊടുക്കുമാറാകണമേ. സ്വർഗീയ പ്രത്യാശ വർദ്ധിക്കട്ടെ. ഈ ലോകവും അതിന്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകുമെന്നുള്ള ആ ഒരു ബോധ്യം ആഴത്തിൽ കത്തട്ടെ. ഞങ്ങൾ ഇവിടുത്തെക്കാരല്ല, എന്റെ ദേശം ഇവിടെയല്ല എന്ന ബോധ്യം ആഴത്തിൽ കത്തട്ടെ. പറന്നു പോകുവാൻ, ചിറകടിച്ചുയരുവാൻ വെമ്പുന്ന ഒരു പക്ഷിയെ പോലെ കർത്താവിന്റെ കാഹളനാദത്തിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുവാൻ, കർത്താവിന്റെ വരവിന്റെ പ്രത്യാശയിൽ നിറഞ്ഞു നിൽക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് സഹായിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ പ്രവർത്തനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ, മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സർവകൃപാലുവായ ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരു ക്രമീകരണം ഒരുക്കിയ ദൈവദാസനോട്, പ്രവർത്തനങ്ങളോട് ഞാൻ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.